വാർഡ് വിഭജനത്തിലൂടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് മാറാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നടപടിയിൽ പ്രതിഷേധം. മാറാടിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന് BJPയും മാറാട് അരയ സമാജവും. ഡിവിഷൻ ഇല്ലാതാക്കി 2003 മാറാട് കൂട്ടക്കൊലയുടെ ഓർമ്മകൾ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അതിന് ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടാണെന്നും ആരോപണമുണ്ട്. വാർഡ് വിഭജനം സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തു വന്നപ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ 49ാം ഡിവിഷനായ മാറാട് ഇല്ലാതായത്. പകരം മാറാടിനെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ച് സാഗരസരണി എന്ന പേരിൽ പുതിയ ഡിവിഷൻ കൂട്ടിച്ചേർത്തു. വാർഡ് വിഭജനത്തിലൂടെ 75 ഡിവിഷനുകൾ 76 ആക്കിയപ്പോഴാണ് മാറാട് ഡിവിഷൻ ഇല്ലാതായത്. 2003 മെയ് 2 മാറാട് നടന്ന കൂട്ടക്കൊല കേരള ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത ക്രൂരതയാണ്. 8 മത്സ്യത്തൊഴിലാളികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. മാറാട് എന്ന പേരില്ലാതാക്കി മാറാട് കൂട്ടക്കൊലയുടെ ഓർമ്മകൾ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ഇതിനെതിരെ പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. പണ്ട് കാലം മുതലേ മാറാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാറാട് 49ാം ഡിവിഷൻ. അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ സാഗരസരണി ആക്കിയിട്ടുണ്ട്. മാറാട് എന്ന് പറഞ്ഞാൽ 8-10 ആളുകൾ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ട് അവിടുത്തെ പേരും പെരമേ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ CPM ഭരണകൂടം കോർപ്പറേഷൻ കൂടി ഇത് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആ പേര് പുനഃപരിശോധിക്കണമെന്നാണ് മാറാട് അരയ സമാജത്തിന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നേരിട്ട് കണ്ടിട്ട് ആ പരാതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആയിരിക്കുന്ന സമയത്ത് മാറാട് എന്നൊരു വാർഡ് ഉണ്ടായിരുന്നു. 2010 കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിനെ ചേർത്ത സമയത്തും 49ാം ഡിവിഷനെ മാറാട് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ സമയത്ത് വാർഡ് വിഭജനം വന്ന സമയത്ത് മാറാട് എന്ന പേര് മാറ്റിയിട്ട് മറ്റൊരു പേര് നൽകിയിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിന് മാറാടിനോട് എത്രത്തോളം പകയുണ്ട്, എത്രത്തോളം വിദ്വേഷമുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ മാറാട് എന്ന പേര് എടുത്തു മാറ്റിയിരിക്കുന്നതിനുള്ള കാരണം. പോലീസ് സ്റ്റേഷൻ, വിദ്യാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, വായനശാല തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഭൂപ്രദേശമാണ് മാറാടിൻ്റേത്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖല കൂടിയാണിത്. 2015 BJP സ്ഥാനാർത്ഥിയായ പൊന്നത്ത് ഷൈമ മാറാട് നിന്ന് ജയിച്ചിരുന്നു. കഴിഞ്ഞ തവണ കേവലം 14 വോട്ടിന് മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. CPMന്റെ സ്വാധീന മേഖലയായ നടുവട്ടം വാർഡിൽ നിന്ന് വോട്ടുകൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ മാറാട് എന്ന വാർഡ് ഇല്ലാതാക്കി സാഗരസരണി എന്ന പുതിയ വാർഡ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 2492 വീടുകളാണ് പുതിയ വാർഡിലുള്ളത്. ജനം, കോഴിക്കോട്.